ഹായ്, ഇന്ന് അരിപ്പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ജീരകവും ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളത്തിനോളം വേണം. ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1.25 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ പൊടി നനയാനുള്ളതനുസരിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല ചൂടായതുകൊണ്ട് ഞാനൊരു തവി കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. അല്പം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തേച്ച് കുഴച്ച് സ്മൂത്താക്കി എടുക്കണം. വെള്ളം ഒഴിച്ചിട്ടൊരു ലേശം കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആട്ട കൂടി ചേർക്കുകയാണ്. ഫില്ലിങ്സൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒന്ന് ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആട്ട ചേർക്കുന്നത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം ഒരു കൂടിപ്പോയതുപോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് അരിപ്പൊടി ചേർത്താൽ ഫില്ലിങ്സ് വെച്ച് കഴിയുമ്പോൾ ഒട്ടാൻ വലിയ പാടായിരിക്കും. ഇനി ഞാൻ കൊഴുക്കട്ടയ്ക്ക് വെക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കുകയാണ്. കുറച്ച് ശർക്കര ചീകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കാം. കുറച്ച് ഈത്തപ്പഴം, കുറച്ച് ഉണക്കമുന്തിരി, ഒരു ചെറുപഴം ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. ഫില്ലിങ്സ് തയ്യാറാക്കാൻ ശർക്കരയും തേങ്ങയും മാത്രം മതിയാവും. പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ കൈ തൊട്ടിട്ട് ഒരുള്ള മാവെടുത്ത് നമ്മുടെ കൈയുടെ വെള്ളയിലേക്ക് വെച്ച് പരത്തി അതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് ഒട്ടിച്ച് ഉരുളകളാക്കി വെക്കണം. പരത്തി എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെള്ളം തൊടുന്നത്. എണ്ണയായാലും മതി. മാവ് മുഴുവനും ഇങ്ങനെ ഫില്ലിങ്സ് നിറച്ച് ഉരുളകളാക്കി വെക്കണം. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഈ കൊഴുക്കട്ട വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം, ആവിയിൽ പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം. ഞാൻ ഇന്നൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലേക്ക് തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉരുളകളാക്കിയ കൊഴുക്കട്ടയെല്ലാം അതിലേക്ക് വെച്ച് ഒരു 15 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം. വെള്ളത്തിൽ വേവിച്ചെടുക്കാനാണെങ്കിൽ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. തണുത്ത വെള്ളത്തിലിടരുത്. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ആവി കയറ്റി എടുക്കുകയാണ്. എല്ലാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിലേക്ക് മുഴുവൻ ഉരുളകളും വെച്ച് അടച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. വെള്ളത്തിലിട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഫില്ലിങ്സൊക്കെ പൊട്ടി വെള്ളത്തിലേക്ക് തന്നെ വീഴാറുണ്ട്. ഇത് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം.